ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. അപ്പോൾ നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 21,616 ലെവലാണ്. അപ്പോൾ ഓപ്ഷൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് 22,000, മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് 21,500 ആണ്. അപ്പോൾ ഈ രണ്ട് ലെവൽസ് മാർക്കറ്റിൽ ഇപ്പോൾ സ്ട്രോങ് സപ്പോർട്ടും റെസിസ്റ്റൻസും ആണ്. ഇത് നമുക്ക് OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് കോൾ ഓപ്ഷനിലാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ കോൾ ഓപ്ഷനിൽ സെല്ലിംഗ് നടന്നിട്ടുണ്ട്. ഒന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ടെക്നിക്കൽ ലെവൽസ് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നിന്ന ലെവൽസ് ആയിരുന്നു. എക്സാക്റ്റ് ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിലേക്ക് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നാളത്തെ ലെവൽസും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്ത് നമുക്കൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മുകളിലും നമുക്കൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഈ രണ്ട് ഹൈ കണക്ട് ചെയ്ത് ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ദിവസം ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറാണെങ്കിൽ ഒരു അപ്പ് സൈഡ് വരെ പോകാൻ, ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ താഴേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻസ് നിങ്ങളുടെ ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇത് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റി ആണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി 44,882 ലെവലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 45,500 സ്ട്രൈക്കിലാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് 44,000 ആണ്. അപ്പോൾ ഈ രണ്ട് ലെവൽസ് ആണ് മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ സ്ട്രോങ് സപ്പോർട്ടും റെസിസ്റ്റൻസായി നിൽക്കുന്നത്. ഇപ്പോൾ 45,500 കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 45,000 ആണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 45,000 ആണ്. അതുപോലെ ഇവിടെ 44,500ലും നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ 44,500 സപ്പോർട്ടാണ്. അപ്പോൾ ഇപ്പോൾ റീസെൻറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 44,500ഉം അതുപോലെ 45,000 ആണ്. ഇനി OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് കോൾ ഓപ്ഷനിലാണ്. അപ്പോൾ നല്ല രീതിയിൽ സെല്ലിങ് ബാങ്ക് നിഫ്റ്റിയിലും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്നിക്കൽ ലെവൽസ് നോക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നമ്മുടെ ടെക്നിക്കൽ ലെവൽസ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ നാളത്തേക്ക് വേണ്ടിയുള്ള ലെവൽസ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല മാർക്കറ്റ് താഴേക്കാണ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നല്ല രീതിയിൽ താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത ട്രെൻഡ് ലൈനിൻ്റെ കൂടെ ഈ ഒരു രണ്ട് ട്രെൻഡ് ലൈൻ കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ. ഇനി നമുക്ക് നാളത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്ത കുറച്ച് സ്റ്റോക്സുകൾ നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് ടാറ്റ പവർ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ടാറ്റ പവറിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം, അതുപോലെ താഴെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്കൊന്ന് സെല്ലിലേക്ക് പോകുന്നതാണ്. മാർക്കറ്റ് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതല്ല ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് അപ്സൈഡ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അത് തിരിച്ച് മുകളിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രേക്കൗട്ടിൽ തന്നെ ബൈ എടുക്കരുത്. 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു ക്യാൻഡിൽ കൂടി നമ്മൾ വാച്ച് ചെയ്യണം. അത് അപ്പ് സൈഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡ് ആണ്, അത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട്.
ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് ജിയോഫിൻ ആണ്. അപ്പോൾ ജിയോഫിൻ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് കയറുന്ന കാണാമെങ്കിൽ ബൈ എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ്. തിരിച്ച് കയറി പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴേക്കാണ് ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് വീണ്ടും താഴേക്കാണ് കാണിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഡൗൺ സൈഡിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് ബാങ്ക് ബറോഡ ആണ്. അപ്പോൾ ഇതും ട്രെൻഡ് ലൈൻ താഴേക്ക് ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു മുകളിലേക്കാണ് ബ്രേക്കൗട്ട് നടക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറാണെങ്കിൽ ഒരു അപ്സൈഡ് വരെ പോകാൻ ചാൻസ് ഉള്ള സ്റ്റോക്കാണ്. അതല്ല താഴേക്കാണെങ്കിൽ വീണ്ടും ഈ റീടെസ്റ്റ് ചെയ്തിട്ട് താഴേക്ക് ഇടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ടും കൂടി ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത സ്റ്റോക്ക് പെട്രോനെറ്റ് ആണ്. അപ്പോൾ പെട്ടെന്നിട്ട് അടുത്ത ദിവസം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറാണെങ്കിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല ഈ ലോവർ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെയാണ് നാളത്തേക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നാളെ റിസൾട്ട് വരാൻ പോകുന്ന സ്റ്റോക്സുകൾ ONGC, IRCTC, സീൽ, ദീപക് ഇന്ത്യ, ഹിൻഡാൽകോ, സീമെൻസ്, ഹിൻഡ് കോപ്പർ, നാഷണൽ, ഏഷ്യർ മോട്ടോർ, ഗുജ് ഗ്യാസ് ലിമിറ്റഡ്, BHNL. അപ്പോൾ ഈ ഇത്തരം സ്റ്റോക്കുകളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഇന്ന് ന്യൂസ് ബേസ് ചെയ്തിട്ട് മൂവ്മെന്റ് വന്ന സ്റ്റോക്സുകളും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് ബാന്തൻ ബാങ്ക് ആണ്. അപ്പോൾ ബാന്തൻ ബാങ്ക് 7.68% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം പ്രകാരം ബാങ്ക് വായ്പയായി നൽകിയ 23,300 കോടി രൂപ നാഷണൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റി കമ്പനി റിവ്യൂ ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റോക്സ് ഭാരത് ഫോർജ് ആണ്. അത് 13.92% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 223% കൂടുതലായിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച്. എന്നിരുന്നാലും ഈ ഒരു സ്റ്റോക്സിന്റെ വാല്യൂ താഴേക്ക് പോവാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മോഡറേറ്റ് ഗ്രോത്ത് ആണ് ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ അടുത്ത ഒരു ക്വാർട്ടറിൽ. അതുകൊണ്ടാണ് ഈ സ്റ്റോക്സ് താഴേക്ക് പോയിരിക്കുന്നത്. അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് സ്പൈസ് ജെറ്റ് ആണ്. അപ്പോൾ സ്പൈസ് ജെറ്റ് ആൻഡ് ഷെയറിൽ 4.46% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് കമ്പനി അവരുടെ വർക്ക് ഫോഴ്സ് റെഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് 10 to 15% റെഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുമൂലം കമ്പനിക്ക് ഒരു 100 കോടിയെങ്കിലും സേവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഈ ഒരു 4.46% ഇടിവ് സ്പൈസ് ജെറ്റിൽ വന്നിരിക്കുന്നത്. അടുത്ത സ്റ്റോക്സ് ഈസി മൈ ട്രിപ്പ് ആണ്. അപ്പോൾ അതിൽ നിന്ന് 4.4% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനി ഒരു 5-star ഹോട്ടൽ അയോധ്യ രാം ടെമ്പിളിൻ്റെ അടുത്ത് ബിൽഡ് ചെയ്യാനുള്ള പ്ലാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ ഒരു സ്റ്റോക്സിൻ്റെ വാല്യൂ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം.
അടുത്ത സ്റ്റോക്സ് ഡിവിസ് ലാബ് ആണ്. അപ്പോൾ ഡിവിസ് ലാബിൽ നിന്ന് 2.28% വർധനവാണ് ഷെയറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് ക്വാർട്ടറൽ റിസൾട്ടിൽ 17% വർധനവാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ. മാത്രമല്ല അവരുടെ റവന്യൂ കൂടിയിട്ടുണ്ട്, 9% വർധനവാണ് റവന്യൂവിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓറോ ഫാർമ ഇന്ന് 1.78% വർധനവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്വാർട്ടർ റിസൾട്ട് വന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ ആയിട്ടുണ്ട്. മാത്രമല്ല റവന്യൂവും നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓറോ ഫാർമയ്ക്ക് നല്ലൊരു പോസിറ്റീവ് ന്യൂസാണ് വന്നിട്ടുള്ളത്. അടുത്ത സ്റ്റോക്ക് ശ്രീ രേണുക ഷുഗേഴ്സ് ആണ്. അതൊന്ന് 7% താഴേക്ക് വന്നിട്ടുണ്ട്. അതായത് ക്വാർട്ടർലി റിസൾട്ട് വന്നപ്പോൾ അത് ലോസിലായിരുന്നു, 172 കോടി ലോസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്സ് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട്. അടുത്ത സ്റ്റോക്സ് IRFC ആണ്. ആ ഒരു സ്റ്റോക്സ് ഇന്ന് 13% കൂടുതൽ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് ക്വാർട്ടർ റിസൾട്ട് വന്നപ്പോൾ 1.78% പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്സ് നല്ല രീതിയിൽ ഇന്ന് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് ഹോനസ കൺസ്യൂമർ ആണ്. അപ്പോൾ ഇന്ന് 1.66% വർധനവ് ഈ സ്റ്റോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് ക്വാർട്ടർ റിസൾട്ടിൽ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ 3 ഇരട്ടി പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് ONGC ആണ്. അപ്പോൾ ONGC ഇന്ന് 3.66% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്വാർട്ടർലി റിസൾട്ട് വന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 8% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ. മാത്രമല്ല റവന്യൂയിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട്, 2.2% ഇടിവാണ് റവന്യൂയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ന്യൂസ് ബേസ് ചെയ്ത് മൂവ്മെന്റ് വന്നിട്ടുള്ള സ്റ്റോക്സുകൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.